ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്ന ഒരു വേള കൂടിയാണിത്. ആശാപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് ഒരുപാട് നാളായി എന്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമായിരുന്നു. പലപ്പോഴും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന പല കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ 24 മണിക്കൂറും അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മളുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അടിത്തട്ടിലുള്ള വീട്ടുകാർ വരെ അറിയിക്കാനും ജനനം മുതൽ മരണം വരെ ഓരോരുത്തരുടെയും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് പാടുപെടുന്ന ഓരോ വിഷയങ്ങളിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കക്ഷത്തൊരു ഡയറിയുമായിട്ട് എപ്പോഴും നടക്കുന്ന ചിരിച്ച മുഖത്തോടുകൂടി പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആശാപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിന്റെ ഭാഗമായി പലരെയും വിളിച്ചപ്പോൾ പലർക്കും വരാനൊരു മടിയുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഒരുപാട് സന്തോഷവും. കുറച്ചുപേരൊക്കെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ആദരിക്കപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഞങ്ങൾ ആദരിക്കപ്പെടണം എന്നൊന്നുമില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ആദരിക്കപ്പെടുമ്പോൾ, നിങ്ങളെ അംഗീകരിക്കുമ്പോൾ അതിലുള്ള സന്തോഷം എന്നെ പോലുള്ളവർക്ക് ഒരുപാട് അധികമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെപ്പോലുള്ള സമൂഹത്തിലുള്ളവരാണ് ഈ നാടിന്റെ ശക്തി എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന കാലത്ത് ഒരു ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം അവിടെയെല്ലാം കയറി ഇറങ്ങി അവർക്കെല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ അല്ലാതെ മറ്റേത് സമൂഹത്തിനെയാണ് ആദരിക്കുക എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എനിക്കിതോടൊപ്പം ഒരാളെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാനിരുന്നത് കഴിഞ്ഞ 16-ാം തീയതിയാണ്. അന്ന് ഇതിലെ ഒരു ആശാപ്രവർത്തകയും നമ്മളുടെ കൗൺസിലറുമായ രജനി ജീജന്റെ ഭർത്താവ് ആകസ്മികമായി മരണപ്പെട്ടത് മൂലമാണ് നമ്മൾ ഈ പരിപാടി മാറ്റിവെച്ചത്. വളരെ വേദനയോടുകൂടി തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഈ സമയം ഞാൻ നിത്യശാന്തി നേരുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിലും ഈ ചടങ്ങ് 3ാമത്തെ പ്രാവശ്യമാണ് മാറ്റിവെച്ചിട്ട് ഞാൻ ശ്രീമതി ഭാവനയെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ഈ പരിപാടി 9-ാം തീയതി തീരുമാനിക്കപ്പെട്ടപ്പോൾ അന്ന് നമ്മളുടെ പാർട്ടി പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 16-ാം തീയതി. അതിനുശേഷം ഇന്നും ഒരു മടിയും കൂടാതെ ഭാവന ഈ ചടങ്ങിന് എത്തിച്ചേർന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഭാവനയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ ആശംസകൾ നേരുകയാണ്. ഇതുപോലെ തന്നെ ഓരോരുത്തരും എന്റെ എല്ലാ ചടങ്ങുകളിലും ഞാൻ സംഘടിപ്പിക്കപ്പെടുന്ന ഏത് ചടങ്ങിനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ശക്തിയും പ്രേരകവുമായി മുന്നോട്ട് ചലിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ശ്രവിച്ചവർക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.